കുവൈത്ത് വ്യോമാതിർത്തിയിൽ കണ്ടെത്തിയ മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞതായി ആർമി ജനറൽ സ്റ്റാഫ് അറിയിച്ചു. സായുധ സേന പൂർണ്ണ സജ്ജമാണെന്നും സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും തുടരുന്നതായും ജനറൽ സ്റ്റാഫ് അറിയിച്ചു. സലീം കോട്ടയിൽ വിശദാംശങ്ങൾ നൽകും. സലീം, പിന്നിട്ട മണിക്കൂറുകളിൽ കുവൈത്തിൽ എന്താണ് സംഭവിച്ചത്? കുവൈത്തിൽ നിന്ന് രാവിലെ മുതൽ നിരവധി തവണയാണ് അപായ സൈറൻ മുഴങ്ങിയത്. നിരവധി ഡ്രോണുകളും മിസൈലുകളും ആകാശത്ത് നിന്ന് നിർവീര്യമാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് ഒരു 11 വയസ്സുകാരി മരണപ്പെട്ടത്. കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ കുടുംബത്തിലെ 4 പേർക്ക് പരിക്ക് പറ്റിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ആക്രമണം തുടങ്ങിയ ശേഷം ജനവാസ കേന്ദ്രങ്ങളിൽ മിസൈൽ അവശേഷങ്ങൾ പതിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധമായ കൃത്യമായ നിർദ്ദേശങ്ങളും ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങൾക്കായി അറിയിച്ചിട്ടുണ്ട്. മിസൈൽ അവശിഷ്ടങ്ങളോ സംശയാസ്പദമായ വസ്തുക്കളോ കണ്ടാൽ സ്വീകരിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത്. പൗരന്മാരോടും താമസക്കാരോടും മന്ത്രാലയം അതീവ ജാഗ്രത പാലിക്കുവാൻ അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും പൂർണ്ണമായി സഹകരിക്കുവാനും സംശയാസ്പദമായ കണ്ടെത്തലുകൾ മടികൂടാതെ റിപ്പോർട്ട് ചെയ്യുവാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സേഫു. ശരി, സലീം കോട്ടയിലാണ് കുവൈത്തിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.